ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രഭാകരൻ നമ്മളെ കഴിഞ്ഞ ദിവസമൊക്കെ ഡൈനോസറിനെയൊക്കെ ജുറാസിക് പാർക്കിൽ നിന്ന് കൊണ്ടുവരാനൊക്കെ സഹായിച്ചു. അപ്പോൾ അതിനോട് നമ്മൾ പ്രഭാകരനൊരു ഗിഫ്റ്റും കൊടുത്തില്ല ഗൈസ്. നമ്മളിന്ന് സിറ്റിയിലെ ഏറ്റവും വലിയ കാർ ഷോറൂമിൽ പോയി പ്രഭാകരന് സർപ്രൈസ് ഗിഫ്റ്റായിട്ടൊരു കാർ എടുത്ത് കൊടുക്കാൻ പോയി ഗൈസ്. നമ്മളെ സിറ്റിയിലെ ഏറ്റവും വലിയ കാർ ഷോറൂമാണ് നമ്മളിപ്പോൾ പിടിക്കണത്. നേരെ വിട്ടോണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഗൈസ് ഇതാ നമ്മൾ ഈ ഷോർട്ട് കട്ട് എടുക്കുകയാണ് ഗൈസിനി. എന്തായാലും അങ്ങോട്ട് എത്താറായിട്ടുണ്ട്. നമ്മളെ നേരെ കാണുന്ന വലിയ ബിൽഡിങ് തന്നെ ഗൈസ്. ഓഫ് റോഡ് എടുത്താണ് ഗൈസ് പോണത് നമ്മൾ. പച്ചപ്പുല്ല് ഗൈസ് നമ്മൾ പൊറപ്പിച്ചങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കാൻ. ഇന്ന് കാറ് വല്ലതും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. അവിടുത്തെ കാറാണെങ്കിൽ എപ്പോഴും സെല്ലും ഉണ്ടല്ലേ. ഇതിലേതെങ്കിലും ഒരു വണ്ടി എടുക്കാൻ കഴിയും. നമുക്കെല്ലാം ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കണം. അടിച്ചു പറ്റാന്നല്ലേ നമ്മളെ അമ്മ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കാനാണ്. നമ്മളെ പ്രഭാകരൻ എപ്പോഴും ബൈക്കിലാണ് നടക്കാറ്. അവനൊരു കാറൊക്കെ വേണ്ടേ കേസ്. അതാണ് നമ്മളാണ്. ഈ വെനാനം എടുത്താലോ കേസ് വേണ്ട. ഇതൊക്കെ എല്ലാവരെയും സിറ്റിയിലുള്ള വണ്ടികളാണ്. ആ ലംബോർഗിനി ഹൊറാഗനൊന്നും ഇല്ലെങ്കിലും നമുക്ക് വേറെ വണ്ടി എടുത്തു കൊടുക്കാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ എടുത്തു കൊടുക്കാൻ പോണം നമ്മളെ പ്രഭാകരന്. എല്ലാവർക്കും മനസ്സിലാക്കുകയാണെങ്കിൽ സുപ്രീം മസ്താങ് നമ്മളെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നില്ല. അത് ഓടിക്കണമെങ്കിൽ അവന് നമ്മളേത് ഓടിച്ചാലും മതി. ഫെറാറി നമ്മളെ ഇല്ല, അതവൻ എടുത്തു കൊടുക്കാം. നമുക്ക് ഓടിക്കണമെങ്കിൽ അവൻ്റെ ഒന്ന് ഓടിച്ചാൽ പോരെ. വേണോ? ഇപ്പം എൻ്റെ പ്രൈസ് ഇത്തിരി കൂടുതലായിരിക്കും. ഒരേടിയ ഫെറാറി നമുക്ക് എടുക്കാം. അവന് നമുക്ക് ഇത് കൊടുക്കാം. വെനാനും എടുക്കാം. വെനാനും അല്ലെങ്കിൽ കൊണീസൊക്കെ എടുക്കാം. അവന് കൊണീസൊക്കെ എടുത്ത് കൊടുക്കാം. അവന് കൊണീസൊക്കെ എടുത്ത് കൊടുക്കാം. ഈ വെനാനോ ആ കൊണീസൊക്കെ നമ്മളെ കഴിഞ്ഞ വർഷം ബെനിറ്റ് കൊണീസൊക്കെ ആയിരുന്നു. ഈ വർഷം ആ പൊട്ടൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ കൊണീസൊക്കെ ഒന്നും എടുത്ത് കൊടുക്കൂലേ. ഞാൻ ഇതേ എടുത്ത് കൊടുക്കുമ്പോൾ ചെറുക്കിന് ലംബോർഗിനി വെനാനോ. ഇത് നമുക്ക് കൊണ്ട് നമ്മളെ ബൈക്ക് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ ലംബോർഗിനിയും കൊണ്ടുപോകാം. നമ്മളിതാ പോകണം. അതിക്രമൊക്കെ ഒരു പാട്ടെന്ന് പറഞ്ഞിടാത്തോണ്ട് കുഴപ്പമില്ല. റോട്ടി എവിടെ തിരിഞ്ഞാലും ലംബോർഗിനി തന്നെ. നമ്മൾ അത്യാവശ്യം പതുക്കെ തന്നെ ഓടിക്കുന്നുണ്ട്. നമ്മളെ ചെറുക്കവിടെ വെട്ടിത്തിളങ്ങി ഗരേജി ഉണ്ട്. നമ്മൾ നേരിട്ട് ഇപ്പം വർക്ക്ഷോപ്പിലോട്ടാണ് ഞാൻ പോണത്. കളറൊക്കെ ഒന്ന് മാറ്റി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവന് കൊടുക്കുവാണ് ഞാൻ. ഒരു ഐഡിയ ചെയ്യാം കേസ്. നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു വർക്ക്ഷോപ്പ് ഉണ്ട്. ഇതാണ് സാധനം, ഓറഞ്ച് ബിൽഡിംഗ്. ഗൈസ് ഞാൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈഫിന് ചെറുക്കൻ്റെ കൊടുക്കാം. വേറൊരുത്തനാണ് ഇവിടെ ഉള്ളത്. അവൻ്റെ പേര് കിട്ടുണ്ണി എന്നാണ്. എടാ കിട്ടുണ്ണി, ഇവിടുത്തെ ഈ വണ്ടി ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടാണ് ഞാൻ അവനും പെഴുത്തിട്ട്. ഓടോ ശരി ശരി, വരുമ്പോഴത്തേക്ക് ഞാൻ പെയിൻ്റ് അടിച്ചിട്ടേക്കാം. ആ ശരി, നീ പെയിൻ്റ് അടിച്ചിട്ടാൽ നിനക്ക് കൊള്ളാം. എടാ അതെന്താടാ?
പേറ്റടിച്ചടാ, നിനക്കെന്നാ വിശ്വാസമില്ലേ? ഓ ഫാൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാം, പൊട്ട ശബ്ദം. ഗൈസ് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് ഇതാണ് ഗൈസ് നമ്മളെ വണ്ടി. ഡോറൊക്കെ ഗ്രീൻ അടിച്ചിട്ടുണ്ട്. നമ്മളെ പ്രഭാകരനെ വിളിക്കാം ഗൈസ്. വേണ്ട, നമുക്ക് പ്രഭാകരൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടേ ഇടാം. ഇത് എലി വേണ്ട, പ്രഭാകരൻ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറയാം. അപ്പോൾ ഗൈസ് പ്രഭാകരൻ വന്നിട്ട് കാണാം. ഗൈസ് നമ്മളെ പ്രഭാകരൻ വന്നിട്ടുണ്ട്. ഇവിടെ പ്രഭാകരാ, ഡാ പ്രഭാകരാ, നിന്നെ ഞാൻ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനാണ്. ഞാൻ വണ്ടിക്കകത്ത് കയറിയിരിക്കുക. ഡാ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് വെച്ചാൽ ഈ വണ്ടി അങ്ങനെ ഉണ്ടാ, ഞാൻ പുതിയതായിട്ട് അടുത്താണ്. അങ്ങനെയുണ്ട്, സെറ്റാ, നീ എടുത്തോടാ. ഇവിടെ സത്യത്തിൽ എടുക്കട്ടോ ആടാ, എടുത്തോ. ടാങ്കു തിരിച്ചു. അപ്പോൾ ഗൈസ് നമുക്ക് അവന് വണ്ടിയും കൊണ്ടാവാൻ പോകുന്ന കാഴ്ച കാണിച്ചു. അപ്പം ഗൈസ് നമ്മളെ ചെറുക്ക ഇപ്പോൾ വണ്ടിയും കൊണ്ട് പോകും. പൊക്കോ പോടാ മണ്ട, വണ്ടി ഫ്രണ്ടിലോട്ടെടുത്ത് പോടാ ഇറക്കാ. പോടാ വണ്ടി സ്റ്റക്കായ. പോ ചെറുക്കൻ പോണില്ലല്ലോ, പോടാ. സാരല്ലടാ, നീ പോ. ഏതവനെ നമ്മളും കൂടെ വണ്ടിയിൽ കയറി നമ്മൾ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞാണ് ചെറുക്കൻ. നമ്മൾ പറഞ്ഞു വേണ്ട, അവൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുക്കൻ പോണൊക്കെ വണ്ടി കൊണ്ട്. ചെറുക്കനൊക്കെ വണ്ടിയും കൊണ്ട് പോയി. നമുക്ക് ഞാൻ എങ്ങനെ വീട്ടിൽ പോവും? സന്തോഷം. പിന്നല്ലേ ഗൈസ് നമ്മളെ ഫെറാറി എടുക്കാത്ത. ഫെറാറി നമ്മൾ ബുക്ക് ചെയ്ത് വാങ്ങിച്ച്. ഇപ്പം ഫെറാറിയിൽ വീട്ടിൽ പോയാലും പോരെ. എങ്ങനെയുണ്ട്? നമുക്ക് ഫെറാറി അവനെ വിളിക്കാം. ചെറുക്കൻ ഫെറാറി ഉണ്ടായി. അത് ആ ഷോർമയിൽ 2 ഫെറാറി എടുപ്പുണ്ട്. നമ്മളത് വണ്ടി ബാക്കിലായിരുന്നു നടന്നത്. നമ്മളെ വണ്ടിയുടെ കളറൊക്കെ സെയിം തന്നെ. അതാണ് ഞാൻ കാണിച്ചു തരാം, സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചത്. ചെറുക്ക, എടാ നമ്മളെ ഫെറാറി ഇതാ നമ്മളിവിടെ കൊണ്ടുവന്നാൽ മതി. നമ്മളെ പ്രഭാകരൻ മെക്കാനിക് അറിഞ്ഞൂടെ സിറ്റിയിൽ, അവൻ്റെ വീടിൻ്റെ കുറേ ദൂരിച്ച്. പറയാനും പറ്റിയില്ല, വെച്ചിട്ടും പോയി ചെറുക്കൻ. ഞാൻ എന്തൊരു കൈ മാത്രം ഇങ്ങനെ വെച്ചേക്കണമുണ്ട്. പ്ലീസ് നമുക്ക് ചെറുക്കൻ്റെ വണ്ടി വന്നിട്ട് കാണാം. ഗായ്സ് ചെറുക്കൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ചെറുക്കൻ തോക്കുവാണ് ഈ സൈക്കിലാണ് പോണേ ഷോറൂമിൽ പയ്യെ. അപ്പോൾ ഗായ്സ് നമ്മൾ ഫെറാറിയിലാണ് പോണത്. അപ്പം ഗൈസ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇഷ്ടമെന്നൊക്കെ ട്രിക്ക് പറഞ്ഞു തരാം ഗൈസ്. അതിന് മുമ്പ് നമ്മളിതാ ഈ ഒരു RGS ടൂളിൻ്റെ വേറൊരു ഇതാണ്. നമ്മളിങ്ങനെ ഇതിൽ പോവാം, RGS ടൂളിൽ പോവുക. UI ഓഫ് എന്നിട്ട് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ അടിച്ചാൽ എല്ലാം ഓഫാവും, ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ UI ഓണെന്ന് അടിച്ചിട്ട് ഇങ്ങനെ ഓക്കെ കൊടുത്തിട്ട് ടിക്ക് അടിച്ചാൽ ഇങ്ങനെ. അപ്പം ഗൈസ് നമ്മളെ സ്റ്റോറിയിലോട്ട് വരാം. ഗൈസ് എന്താ ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ് ഈ ഫെറാറിയിൽ. തിരക്ക് നമ്മളാ ഷോറൂമിലെ പയ്യന്മാർ അമ്മര് നമ്മളെ പിറകുണ്ട്. പ്രഭാകരൻ്റെ ലംബോർഗിനി എവിടെയെന്തോ കാണാനും പറ്റുന്നില്ല. ചെറുക്കൻ പറപ്പിച്ച് വിട്ടെന്ന് തോന്നുന്നു പ്രഭാകരൻ. നമ്മളെ വീട്ടിലോട്ടൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഓടിച്ച് വരണത്. വണ്ടി പൊട്ടി ഗൈസ്, വണ്ടി പൊട്ടി. ബമ്പർ ഊരിപ്പോണതിന് മുമ്പ് പതുക്കെ ഏതെങ്കിലും വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാം ഗൈസ്. പതുക്കെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം വർക്ക്ഷോപ്പിലോട്ട്. ബമ്പർ ഇപ്പോൾ പൊട്ടുമല്ല, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലും എല്ലാം പോവാം. നമ്മൾ ഓറഞ്ച് ഭാഗ്യം ആ വർക്ക്ഷോപ്പിൻ്റെ അടുത്തൊന്ന് വീട് വെച്ച് നമ്മൾ ബമ്പർ പോയി. അപ്പോൾ ബമ്പർ എടുത്ത് ഡിക്കി ഇട്ടുകൊണ്ട് പോവാം ഗീസ്. പോയിട്ട് കാണാം ഗീസ്. എന്തോ കാരണത്താൽ ബമ്പർ എടുത്ത് ഡിക്കിയിലിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ ചെയ്യാം. നമുക്ക് ബമ്പർ അവിടെ നിന്ന് പുതിയത് വായിപ്പിക്കാം.
ഒക്കെ ബ്ലാക്ക് കളർ വണ്ടി അടിക്കുക. വണ്ടിക്ക് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചാലും പറ്റും. ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് നമുക്ക് ശരിയാവും. നോക്കി ബമ്പറിൻ്റെ ഇത് നികത്താം. ഗായ്സ് വണ്ടിക്ക് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചപ്പോൾ മൊത്തത്തിൽ അവലക്ഷണമായി. നമുക്ക് നേരെ വണ്ടി ശരിയാക്കാം. ശരിയാക്കി ഗായ്സ് ഞാൻ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു പുതിയ വേറൊരു ഡ്രസ്സിട്ട് ഒരു ചുവപ്പ് കളറ്. ഗായ്സ് ഇതാണ് നമ്മളെ വണ്ടി ലുക്ക്. നോക്ക്, ഇതൊതുക്കാൻ ഇനിയിപ്പോൾ വേറെ സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരും. സ്പോർട്ട് ടാർ പോലത്തെ ഓഫ് റോഡ് വണ്ടിയാണെങ്കിൽ നമുക്ക് അകത്ത് ഏറ്റിടായിരുന്നു. പെട്ടെന്ന് ഈ കുഴി അങ്ങ് ചാടി അങ്ങ് വന്നാൽ മതിൽ. ഇത് സ്പോർട്സ് കാറുമാണ്. അടിയിൽ ബമ്പറിളയിപ്പോൾ സീനുണ്ട്. ഒന്നാമത് തൊട്ടേനും പിടിച്ചതിനും ബമ്പറിളകാൻ നിൽക്കുന്നത് ഫെറാരി. ഇതേ സമയം ഇവിടെ കയറ്റിയിട്ടാണെങ്കിൽ ഡസ്റ്റ്ബിന്നിൻ്റെ ബാക്കിൽ വേണ്ട, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇടാം. മസ്താങ്കിനടുത്ത് മാറ്റാം അവിടെ നിന്ന്. അത് നമ്മൾ അപ്പുറത്തെ നെയ്ബറിൻ്റെ ഫ്ലാറ്റിൽ കയറ്റിയിടാം. നെയ്ബറിൻ്റെ ഫ്ലാറ്റിൽ കയറ്റിടാനും പറ്റത്തില്ല. നമുക്ക് അവൻ സമ്മതിക്കായിരുമൊന്നുമില്ല. അവർക്ക് സമ്മതമാണ് കേസ്. പക്ഷെ നമ്മളെ വണ്ടിയുടെ ബമ്പറിളകും. താരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് വരും. നമുക്ക് ഇതൊക്കെ കയറ്റിയിടാനൊക്കെ പറ്റും. നമ്മളിപ്പോൾ അങ്ങനെ ഓടിക്കാത്ത ഒരേ വണ്ടിയുള്ളത്. ഞാൻ എല്ലാ വണ്ടീനും ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് ഓടിച്ചു നോക്കും. പക്ഷെ പാവപ്പെട്ട എൻ്റെ മസ്താങ്ക് കൂട്ടനാക്കണേ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പൊക്കെ ഓടിക്കുന്നു. വീഡിയോ എടുക്കുന്നതിന് മുമ്പൊക്കെ ഞാൻ മസ്താങ്ക് കിടത്ത് കറങ്ങിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ വീഡിയോയിൽ ഓടിച്ച് കാണിച്ചിട്ടില്ലല്ലോ. ഇവൻ്റെ പെർഫോമൻസ് സ്പീഡ് ലുക്ക് ഉമ്മ വയ്ക്കാൻ തോന്നുന്നു. വണ്ടി എവിടെ ചേർത്തി അത്രയ്ക്ക് സെറ്റ് ലുക്കാണ്. എൻ്റെ അളിയായി ഇപ്പം കയറി വരുന്നേനെ നല്ല ഹാൻഡിലിങ്ങും അതന്നെ. ഇപ്പം കണ്ടില്ലേ, ഇപ്പോൾ തട്ടാൻ പോയപ്പോൾ നമ്മളെ വളച്ചപ്പം അങ്ങ് വളഞ്ഞങ്ങ് വന്ന ഒക്കെയാണ് കേസ്. നമ്മളെ പഴയ ഷോറൂം പണി പാലും വെള്ളത്തിൽ കെട്ടി. എൻ്റെ വണ്ടി പഠിച്ചോരെ, എൻ്റെ വണ്ടി പോയി. പുതിയ ഫോം അങ്ങോട്ട് എന്താ പുതിയ എല്ലാ ഫോൺ പോക്കറ്റി കിടന്നുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഗീസ് നമ്മളെ ഈ വിഷമം ഞാൻ സഹിക്കൂല ഗീസ്. Da 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 da